ഇന്നത്തെ 6:25 നമ്മളുടെ ഇന്നത്തെ പ്രഭാതമാണ് ഈ കാണുന്നത്. എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ശരിക്കും മാസ്ക് ഒക്കെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോണ്ടല്ലോ, എനിക്കാണെങ്കിൽ എൻ്റെ ആ ഒരു ഫേസിൽ ഞാൻ മാസ്ക് ഇടുമ്പോൾ ഇതിങ്ങനെ കണ്ണിൽ തട്ടും കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു അപ്പൊ ഞാനിങ്ങനെ പിടിച്ചിരിക്കും. മാസ്ക് പിടിച്ചുകൂടാന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ക്യാമറ ഇങ്ങോട്ടായിരുന്നു. അപ്പോ ഞങ്ങളിപ്പോ പുറത്തേക്ക് പോവാണ്. ഇപ്പൊ രാവിലെ 8 മണിയാണ്. അപ്പൊ സൺഡേ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഇന്നലെ എല്ലാരും വിചാരിക്കും ഭയങ്കര ആഘോഷമായിരുന്നു. ഇന്നലത്തെ ലഞ്ചിനെ പറ്റി പറഞ്ഞാൽ നമ്മളെ ബാക്കി കാണികൾ ചിരിക്കും. ഇന്നലെ ഉണക്കമീനും കോവയ്ക്ക മെഴുക്കുമായിരുന്നു. രാവിലത്തെ സാമ്പാർ. രാവിലെ ഇഡ്ഡലിക്ക് സാമ്പാർ ഉണ്ടാക്കിയില്ല. അപ്പൊ ആ സാമ്പാറിന്റെ കുറച്ച് എന്തുകൊണ്ട് നമ്മൾ സമ്മതിച്ചെന്നറിയോ? ഇന്ന് സ്പെഷ്യൽ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ്. ഇന്ന് ഞായറാഴ്ചയല്ലേ. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ആവല് അതിൽ വ്യത്യാസം ഉണ്ടാവും എന്നൊക്കെ തന്നെയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു രാവിലെ ഞാൻ ഫ്രഷ് ആയിട്ട് ചിക്കൻ അവർക്ക് അപ്പൊ പിള്ളേരുടെ അടുത്ത് ചോദിച്ചപ്പോ അവര് പറഞ്ഞ് അവരെല്ലാവരും മന്തി എന്ന് പറഞ്ഞ് നിൽക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി എന്നാ പോയി നമുക്ക് ചിക്കനും വെജിറ്റബിളും ഒക്കെ വാങ്ങിച്ചിട്ട് വരാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു രാവിലെ തന്നെ ഞാൻ നല്ല ഫ്രഷ് ആയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു തരാൻ കൊണ്ടുപോവാം. അങ്ങനെ രാവിലെ ഞാൻ കൊണ്ടുപോവാണ്. കാരണം ഇൻഷാല്ലാ ഇത് ഇന്ന് പോസ്റ്റ് ചെയ്യണം. ഉണ്ടാക്കിയിട്ട് വേണം ഇത് പോസ്റ്റ് ചെയ്യാൻ. അങ്ങനെയാണ് മനസ്സിൽ വിചാരിക്കണത്. നമ്മളെ 1 മില്യൺ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പോസ്റ്റ് ഇതായിക്കോട്ടെ അല്ലേ, റെസിപ്പി. അപ്പൊ സലു കിച്ചന്റെ 1 മില്യൺ കഴിഞ്ഞുള്ള ആദ്യത്തെ ഈ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് എന്റെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഡെഡിക്കേറ്റ് ചെയ്യാണ്. എളുപ്പത്തിൽ തയ്യാറായി. ഞാൻ എന്റെ മനസ്സിലൊരു കണക്കുകൂട്ടലുണ്ടേ. അപ്പം അതായത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റണതായിരിക്കണം എന്നുള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു മന്തി ആയിരിക്കും ഇൻഷാല്ലാ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ എപ്പോഴും പറയൂലേ സമി, ആൾക്കാർ ചിലപ്പോ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നെങ്കിൽ അവര് വിചാരിക്കും ഓ ഇങ്ങനെയല്ലല്ലോ ഈ മന്തി, ഇങ്ങനെയല്ലേ. അതെന്തറിയോ, ഞാൻ ഇതിനു മുൻപൊക്കെ മന്തിയുടെ ഒരുപാട് വേറെ റെസിപ്പികൾ നീ വെറൈറ്റി ആയിട്ട് ഇടുമ്പോ ആൾക്കാർ വന്നിട്ട് ചോദിക്കും ഇതിന് അത് വേണ്ടേ. അതെന്തെന്നറിയോ, അവർക്ക് ചിലർക്ക് അങ്ങനെ ഒരു ധാരണയാണ്. അങ്ങനെ ആണെങ്കിലേ അത് ശരിയാവോ, അത് ആ ഒരു ഫോർമാറ്റ് മാത്രമാണെന്ന്. പക്ഷെ കുക്കിങ്ങിന്റെ കാര്യത്തിൽ അങ്ങനെ അല്ല കേട്ടോ. കാരണം വെറൈറ്റിയിൽ നമ്മൾ എങ്ങനെ ആ ഒരു നല്ല ടേസ്റ്റ് കൊണ്ടുവരാം എന്നുള്ളതാണ്. അതെ, കാഴ്ച ആദ്യം നമ്മൾ കാണുക, പിന്നെ അത് കഴിക്കുക. നമ്മുടെ കണ്ണ്, നാവ് ഇതൊക്കെ തന്നെയല്ലേ അതിന്റെ ആ ഒരു ഇതെന്ന് പറയണത്. നമുക്ക് അതായത് നമുക്ക് കംഫർട്ടായിട്ട് തോന്നി നമ്മൾ ആ ഒരു എന്താ പറഞ്ഞ പരീക്ഷണങ്ങളിലൂടെ ഒക്കെ അല്ലേ നമ്മൾ ഓരോ ഫുഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാം ഒരുപോലാണ്. ബിരിയാണി എല്ലാം ഒരുപോലാണെങ്കിൽ അതിലൊരു രസമില്ലല്ലോ. എന്റെ കാഴ്ചപ്പാടാണ് കേട്ടോ. അതെ എന്റെ വ്യൂവേഴ്സ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അതായത് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പീസ് അവർക്ക് ഇഷ്ടമാണെന്ന് അറിയുന്നത്. അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇന്നലത്തെ ആ ഒരു കാര്യം. യഥാർത്ഥത്തില് തിങ്കളാഴ്ച ഞായറാഴ്ച ആവാൻ വഴിയുള്ളൂ നമ്മൾ ആ ഫ്ലോ അനുസരിച്ച്. അതെ നമ്മളുടെ വ്യൂവേഴ്സിന്റെ ഹെൽപ്പ് തന്നെയാണ് ഇന്നലത്തെ, അതായത് ഇന്നലെയല്ല ഫ്രൈഡേ നൈറ്റ് സംഭവിച്ചത്. വളരെ ആൾക്കാര് ആ ദിവസം ഒരുപാട് പേര് പ്രത്യേകിച്ച് വൈകുന്നേരം കഴിഞ്ഞ് പിന്നെ എനിക്കൊരു 10 മണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര ഒരു മാറ്റം വന്നത് കേട്ടോ. അതിന് ഈ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഹെൽപ്പ് തന്നെയാണ്. ഇവിടെ കണ്ടോ പോലീസ് നിൽക്കുന്നത്. ഈ രാജ്ഭവനാണ് കേട്ടോ ലെഫ്റ്റ് സൈഡില്. പോലീസ് ഉണ്ടാവും. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. ആൾക്കാരൊക്കെ ജോഗിങ് ഒക്കെ പോകും. നമ്മളെ മരം കണ്ടാ സമയം ആൽമരം. എനിക്ക് ഈ ആൽമരമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ബിൽഡിംഗിന് എന്തെങ്കിലും പ്രത്യേകത? അംബാനിയുടെ ബിൽഡിംഗ്. എനിക്കിത് കാണുമ്പോഴൊക്കെ അങ്ങനെ തോന്നും കേട്ടോ. നോക്കിയേ, ഒരു കട്ട. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ ഒന്നും ഇഷ്ടമില്ല. ഇതൊരു രസമില്ല അല്ലേ. ചിലർക്ക് ഇഷ്ടമുള്ളവരുണ്ടാവുമായിരിക്കും അല്ലേ. വെറൈറ്റി സമയം ആദ്യം എല്ലാം വെറൈറ്റി ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കുറെ കഴിയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ റെസിപ്പി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അയ്യോ അതിങ്ങനെയല്ലേ, ഇതിങ്ങനെയല്ലേ, ഇങ്ങനെയാണ് ഞങ്ങളെ നാട്ടിൽ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ പറയത്തില്ലേ. അപ്പൊ കുറച്ച് കഴിയുമ്പോ അതൊരു ഇതായിട്ട് മാറും.
കണ്ട നമ്മളുടെ തിരുവനന്തപുരം 8 മണിക്കുള്ള കാഴ്ച, രാവിലെ 8 മണിക്കുള്ള കാഴ്ചയാണിത്. റൈറ്റ് സൈഡിൽ കനകക്കുന്ന് ആണ്. അപ്പൊ ഇതൊക്കെ ഞാൻ ഇടക്കിടക്ക് നമ്മളിങ്ങനെ പോകുമ്പോ കാണിച്ചിരുന്നതാണ് കേട്ടോ. കണ്ടോ, മ്യൂസിയം ആണ് നേരെ കാണുന്നത്. ആ ഒരു ഡോർ കണ്ടോ, അതാണ് മ്യൂസിയം. പിന്നെ എല്ലാരും വിചാരിക്കും നമ്മൾ തിരുവനന്തപുരത്താകുമ്പോ ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട്, അല്ലെങ്കിൽ വിചാരിക്കും തിരുവനന്തപുരത്തുള്ളവരൊക്കെ എപ്പോഴും ഇങ്ങനെ മ്യൂസിയത്തും ഇവിടെ ഒക്കെ പോകുമായിരിക്കും എന്ന്. നമ്മളൊക്കെ രാവിലെ നടക്കാനുള്ളവർ വരും, വൈകുന്നേരം കുറച്ച് കാറ്റ് കൊള്ളാനും വന്നിരിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ നല്ല സമയം കിട്ടൂലെന്നേ. നമ്മളൊക്കെ സമയം പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് സമയം നമുക്ക് ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് എന്നും രാവിലെയോ അല്ലെ വൈകുന്നേരമോ വന്ന് ഈ മ്യൂസിയത്തിൽ വന്നിരുന്ന് ആ ഉൾക്കടിയിലൊക്കെ ഇരുന്ന് സംസാരിച്ച്. കേട്ടാന്നേ, തിരക്ക് എന്ന് നമ്മൾ പറയണതും തെറ്റാണേ. കാര്യം എന്തെന്നറിയാവോ, നമുക്ക് വേണമെങ്കിൽ നമുക്ക് തന്നെ സമയം ഉണ്ടാക്കിയെടുക്കാം. നീ സംസാരിച്ച ഒരു അന്ത്യവും കാണത്തില്ലേ? നമ്മുടെ വീഡിയോ ലെങ്തി ആയി പോകും കേട്ടോ ഞാനിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാല്. പക്ഷെ എങ്കിലും കാണുന്നതൊക്കെ പറയാതിരിക്കാൻ തോന്നൂല അല്ലെ? നോക്കി ഇതിന്റെ അകത്തൊക്കെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സിനൊരു ആശ്വാസം. നോക്കി എന്തോ ഒരു ഭംഗിയാണെന്ന് നോക്കിയാ, പച്ചപ്പും ശരിക്കും ആ ഒരു എന്ത് പറയാൻ, അകത്ത് ആ കേറുമ്പോഴേ അതിന്റെ ആ ഒരു നമുക്ക് ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ. കുറച്ചുകൂടെ വയസ്സായിട്ടെ വടിയൊക്കെ പിടിച്ച് നടക്കുന്ന സമയം വരെ നമ്മൾ ഉണ്ടെങ്കിൽ വന്ന് ഇവിടെ അടുത്ത ഞാൻ ചോദിക്കാൻ വന്ന എന്നും വല്ല ഗ്യാരണ്ടി ഉണ്ടാ? നമ്മുടെ തിരുവനന്തപുരത്ത് നല്ല നല്ല ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്, നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അവിടെ ഒരു ചർച്ച് ഉണ്ടോ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ കൺസ്ട്രക്ഷൻ. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാവേ. കണ്ടോ ഇവിടുത്തെ ആൽമരം കണ്ടോ, ഇതാണ് നമ്മളുടെ. നമ്മൾ എത്ര പ്രാവശ്യം പറയുന്നുണ്ട് ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ എടുത്ത് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കൂലല്ലേ ഇതൊക്കെ. അത് ഇങ്ങനെ ശരിക്കും പറഞ്ഞാ ഞാൻ ഇങ്ങനെ ഓരോ നമ്മുടെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോഴേ ഇതാ കണ്ടോ, ഇവിടെ ഒരു ചർച്ച് ഉണ്ട്, അവിടെ മുസ്ലിം പള്ളിയുണ്ട്, അതിന്റെ തൊട്ടപ്പുറത്ത് ക്ഷേത്രമുണ്ട്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ നമ്മളുടെ തിരുവനന്തപുരം മതസൗഹാർദ്ദത്തിന്റെ ഒരു നഗരമാണ് അല്ലേ? നല്ല സ്നേഹമുള്ള. നമുക്ക് ക്യാമറ ഓഫ് ചെയ്യാം, സാധനം വാങ്ങിച്ചിട്ട് സമി സംസാരിച്ചു തുടങ്ങിയാൽ ഒരു അവസാനവും ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. ഞാനാണ് ഈ ടൈമർ, ഞാൻ ഉടം പിടിച്ച് നിർത്തുന്നുണ്ട്, ബ്രേക്ക് ചവിട്ടി കുറച്ചെങ്കിലും മുമ്പിൽ നിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും തീരൂല. എന്താണോ എനിക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് നിങ്ങൾ എടുത്തേട്ടാ, എനിക്ക് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഇതാണ് നമ്മളുടെ പാളയം മാർക്കറ്റ്, അതായത് കണ്ണമേറ മാർക്കറ്റ് എന്നാണ് ഇതിന് പറയണത്. ഇന്നലെ എനിക്ക് ഒരുപാട് പേര് ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പല രാജ്യത്തുനിന്ന്, നമ്മളുടെ നാട്ടിൽ നിന്ന് തന്നെ പല സംസ്ഥാനത്തിൽ നിന്ന്. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം ഉണ്ട് കേട്ടോ. കാരണം നിങ്ങൾ ഞങ്ങളെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നോണ്ടല്ലേ ഇത്രയും ദൂരത്തുനിന്നും, അല്ലെങ്കിൽ നമ്മൾ പോലും അറിഞ്ഞുകൂടാത്ത നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ വർത്തമാനം നിർത്താണ്, അല്ലെങ്കിൽ നിസാറൊക്കെ ഇപ്പം എന്നെ ക്ലിപ്പിടും. അപ്പം സാധനം വാങ്ങിക്കാൻ പോയിട്ടെ. പള്ളിമണി മുഴങ്ങിയതാണ് അവിടെ കണ്ടോ, ഇത് കണ്ടോ നമ്മുടെ ഇവിടെ പള്ളി. ഇതാണ് നമ്മളുടെ തിരുവനന്തപുരത്തുള്ള പാളയം പള്ളി കേട്ടോ. അപ്പോൾ ഞങ്ങള് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അധികം തിരക്കൊന്നുമില്ല കേട്ടോ. പിന്നെ മീനൊന്നും വന്നിട്ടില്ല. ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇപ്പൊ മണി 8:35 കഴിഞ്ഞ്. ഇനി വീട്ടിൽ പോയിട്ട് വേണം നമ്മളുടെ റെസിപ്പിയൊക്കെ തയ്യാറാക്കാൻ. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളൂ വിശേഷം. കണ്ടോ, നേരെ കാണുന്നതാണ് യൂണിവേഴ്സിറ്റി കോളേജ്. നേരെ കാണുന്നത് അത് PGT ഹാളായിരുന്നു, ഇപ്പൊ പേരൊക്കെ മാറ്റി. നല്ല ചൂട് തുടങ്ങി കേട്ടോ. മെനിഞ്ഞാന്ന് മുതൽ ഇവിടെ മഴയൊന്നുമില്ല. ഇതാണ് ഫൈൻ ആർട്സ് കോളേജ്. പക്ഷെ ഞായറാഴ്ച വന്നാൽ ഇതൊക്കെ കാണാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ നല്ല തിരക്കല്ലേ, കാണാൻ പറ്റും. ഇനിയിപ്പോ എനിക്ക് ഓണത്തിന്റെ തിരക്കൊക്കെ ഉണ്ടാവുമായിരിക്കും, അറിയില്ല. ഓണാഘോഷമൊന്നുമില്ല.
പക്ഷെ നല്ല രസമാണ് കേട്ടോ. നമ്മളുടെ തിരുവനന്തപുരം കാണാത്തവരൊക്കെ വന്ന് ഒരു പ്രാവശ്യമെങ്കിലും കാണണം. ഇഷ്ടമുള്ള നല്ല സിറ്റിയാണ്. ഒക്കെ ശരിക്കും ഒരു എന്ത് പറയാൻ, അല്ലേ, ഒരു ഇംഗ്ലീഷ് സിനിമയിലൊക്കെ അല്ലേ നമ്മൾ ഇങ്ങനൊക്കെയുള്ള ഇത് കണ്ടിട്ടുള്ളൂ. പണ്ടത്തെ സായിപ്പന്മാരുണ്ടാക്കിയതാണ് കരിങ്കല്ല്. എനിക്ക് എപ്പോഴും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ബിൽഡിങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നത്തെ റെസിപ്പി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. വേറെ കാര്യം, പൊന്നമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇത്രയും കാലം നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് 1M ആക്കിയതുപോലെ ഇനി മുന്നോട്ട് പോകാനുള്ള യാത്രയിലും നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും സ്നേഹവും ഉണ്ടാവണം. രണ്ടുപേരും ഒരുപോലെ പറഞ്ഞേ കേട്ടാ. അപ്പം നമ്മൾ ഇതിന് വേണ്ടി സ്പെഷ്യൽ മസാലയാണ് തയ്യാറാക്കുന്നത്. ഞാൻ ഇതുപോലെ 2-3 ചെറിയ പീസ് പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈ ലെമൺ ഇതുപോലെ ഇളക്കിയിട്ട് ഇതിൻ്റെ അകത്തെ കുരു ഒന്ന് മാറ്റണം കേട്ടോ. മാറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം, അതായത് ക്യുമിൻ സീഡും, പിന്നെ 4-5 ഗ്രാമ്പൂവും, അതുപോലെ തന്നെ 5-6 ഏലക്കായും, ഏകദേശം 1.5 ടേബിൾ സ്പൂൺ കുരുമുളകും, മുഴുവൻ കുരുമുളകാണ് കേട്ടോ. ഇത് ഇത്രയും ഒന്ന് പൊടിച്ചെടുക്കണം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്കി എടുത്ത ശേഷം ഇതിൻ്റെ അടപ്പൊന്ന് തുറന്നിട്ട് നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ നമുക്ക് 2 ടീസ്പൂൺ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചതും പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് വീണ്ടും ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പം ഇതാണ് ഇതിൻ്റെ മസാലക്കൂട്ടെന്ന് പറയുന്നത് കേട്ടോ. നല്ല മണമാണ് ഈ ഒരു മസാലയ്ക്ക്. ഇതൊരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ. അപ്പം അദ്ദേഹം പൊടിച്ചെടുക്കുമ്പം ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ മസാല കിട്ടുന്നത്. അപ്പം ഈ മസാല കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ 2 കിലോ ചിക്കൻ ഞാനിവിടെ 4 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലത്തെ പീസാണ്, ഒന്ന് വരഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഇതിന് മുകളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി തേച്ച് പിടിപ്പിക്കും. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം ഞാനിവിടെ ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിൽ ഇതുപോലെ ഇതിൻ്റെ മീതെ ഇട്ടിട്ട് എല്ലായിടത്തേക്കും വരത്തക്ക രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കും. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കുറച്ചുകൂടി കൂടുതൽ കിട്ടും കേട്ടോ. അപ്പോൾ ദേ ഇവിടെ എല്ലാം ഞാൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. മസാല തേച്ച ശേഷം നമ്മൾ ഇതിനെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം. തിരിച്ച് വെച്ചിട്ട് വീണ്ടും ഇതുപോലെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് നന്നായിട്ട് ഈ മസാല തേച്ച് മാറ്റി വെക്കണം. ബാക്കിയിരിക്കുന്ന ഈ മസാല നമ്മൾ റൈസിന് വേണ്ടി മാറ്റി വെക്കാണ് കേട്ടോ. അപ്പോൾ ദേ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സ്റ്റീം ചെയ്തെടുക്കാനാണ് പോണത്. ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ വെള്ളം കുറച്ചധികം ഒഴിക്കും. ഞാനിവിടെ 1 ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച ശേഷം ഇതിൻ്റെ മേൽത്തട്ട് ഇതുപോലെ വെച്ച് കൊടുക്കും. നിങ്ങൾക്ക് ഏത് പാത്രമാണോ കംഫർട്ട് അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഈ ചിക്കൻ പീസസ് ഈ നമ്മൾ മസാല തേച്ച് വെച്ചില്ലേ അത് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കും. വെച്ചിട്ടൊന്ന് മൂടി വെക്കും. മൂടി വെച്ചിട്ട് ഇതുപോലെ ആവിയേറ്റിയെടുക്കും. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി മസാല കുറേ നേരം പിടിച്ചിരിക്കണമെങ്കിൽ 1/2 മണിക്കൂർ നമുക്ക് മസാല തേച്ച് മാറ്റി വെക്കാം. എന്നിട്ട് ചിക്കൻ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ അടപ്പ് മാറ്റി ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കും കേട്ടോ. തിരിച്ച് വെച്ച് വീണ്ടും അടച്ചിട്ട് ഒരു 5 മിനിറ്റ് റെഡിയാക്കിയാൽ മതി. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. ഞാനിവിടെ 3 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ബസ്മതി സെല്ല റൈസ് കേട്ടോ. അപ്പം ഞാൻ ഇത് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ. ഇതാണ് ഈ അരി ബസ്മതി സെല്ല എന്ന് പറയുന്നത്. അതാകുമ്പോൾ വെന്ത് കുഴഞ്ഞു പോകുന്നില്ല. സാധാരണ നമ്മൾ ഈ മന്തിക്കൊക്കെ തയ്യാറാക്കുന്നത് ഈ റൈസ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതേ വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ തട്ട് മാറ്റി കാണിച്ചു തരാം. ആ സ്റ്റോക്ക് കളയത്തില്ല കേട്ടോ. അപ്പം നമ്മളുടെ അരി ഇതേ ഇവിടെ ഒരു 1/2 മണിക്കൂർ കുതിർന്നിട്ടുണ്ട്. കുതിർന്ന ശേഷം ഞാനിത് ഊറ്റിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഞാനിതിലേക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സവാള നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുക്കുകയോ ചോപ്പ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ. ചെറുതായിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഇതിവിടെ ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വലിയൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിരിക്കുകയാണ്. സോസ് പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഇതുപോലെ ഇട്ട് കൊടുക്കും. പിന്നെ ഞാൻ ബട്ടറിനൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം നമ്മൾ ഈ ആവി ഏറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതുപോലെ ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും കേട്ടോ. തിരിച്ചും മറിച്ചും വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഞാൻ മന്തി പല രീതിയിൽ തയ്യാറാക്കും. ഒരേപോലെ അല്ല ഞാൻ തയ്യാറാക്കണം കേട്ടോ.
ഞാനിങ്ങനെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. പല രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പല പല റെസിപ്പീസ് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കതിൽ നല്ല സാറ്റിസ്ഫാക്ഷനാണ്. എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി മന്തിയാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ തെളിവാണ് കണ്ടോ, ഞാൻ എടുത്തപ്പോഴേക്കും ഒരു പീസ് താഴെ പോയി. അപ്പോൾ ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതേ സോസ് പാനിൽ തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. എളുപ്പമാണ് കേട്ടോ ഈ ഒരു മന്തി തയ്യാറാക്കാൻ. അടിപൊളി ടേസ്റ്റുമാണ്. ഇപ്പം ഞാൻ 3 പച്ചമുളക് മുഴുവനെ തന്നെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കും. വഴറ്റിയ ശേഷം നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, ആ മസാല കൂട്ടിയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇതുപോലെ വേണം ഇളക്കിയെടുക്കാൻ. ഇപ്പം നമ്മൾ റെഡിയാക്കിയ ആ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതായത് ഇതിൻ്റെ അടിയിലുള്ള ആ വെള്ളം, ആ ചിക്കനിൽ നിന്ന് വന്ന ചാറ് വന്ന ആ ഒരു വെള്ളമാണിത്. അത് ഞാനിവിടെ അളന്നെടുത്തപ്പോഴേക്ക് എനിക്ക് 2.5 കപ്പ് ഉണ്ടായിരുന്നു. അതിൽ ബാക്കി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ടോട്ടൽ ഞാൻ ഇതിലേക്ക് 5.5 കപ്പ് വെള്ളമാണ്, ചിക്കൻ സ്റ്റോക്ക് ഉൾപ്പെടെ 5.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ ഞാനിവിടെ 3 ഗ്ലാസ് അരിക്കാണ് 5.5 കപ്പ് വെള്ളം എടുത്തത് കേട്ടോ. എന്നിട്ട് ഊറ്റി വെച്ചിരിക്കുന്ന അരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഇത് മൂടി വെക്കും കേട്ടോ. മൂടി വെച്ചിട്ടാണ് റെഡിയാക്കണത്. അപ്പോൾ ഇതിൻ്റെ അടപ്പൊന്ന് ഇടയ്ക്കൊന്ന് മാറ്റിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കും. ഒരുപാട് പ്രാവശ്യം ഞാൻ ഇളക്കത്തില്ല കേട്ടോ, ഒറ്റ പ്രാവശ്യം മാത്രമേ ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ മന്തി റൈസ് റെഡിയായി. അടപ്പ് തുറന്ന് ഇളക്കിയപ്പോൾ തന്നെ സൂപ്പർ മണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ പീസസ് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അടിപൊളി ടേസ്റ്റ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഞാനിവിടെ ചാർക്കോൾ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോയിൽ പേപ്പർ ഇതുപോലെ ഞാനൊന്ന് വെച്ച ശേഷം നമ്മൾ ഈ കത്തിച്ചെടുത്ത ചാർക്കോൾ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ഒരു പുക വരും കേട്ടോ. ആ ഒരു മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ സൂപ്പറാണ്. എന്നിട്ട് അടച്ച് ഒരു 10 മിനിറ്റ് ഞാനിങ്ങനെ വയ്ക്കും. 10 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി. അപ്പം നമ്മളുടെ ഈ ചാർക്കോളൊക്കെ അണഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങ് മാറ്റി കൊടുക്കും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അറബിക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മന്തിയുടെ ടേസ്റ്റാണ് ഇതിന്. ആ ഒരു മണവും ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു മന്തിക്ക്. അപ്പോൾ ഞാൻ ഇത് സെർവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് തരുകയും വേണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ സൺഡേ സ്പെഷ്യൽ മന്തി എന്ന് പറയുന്നത്. 1 മില്യൺ കിട്ടിയതിന് ശേഷം ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ആദ്യത്തെ റെസിപ്പിയാണിത്. ഇതിപ്പോൾ കഴിക്കാനുള്ള സമയം ആകാത്തതുകൊണ്ട് ഞങ്ങൾ കഴിക്കുന്നില്ല. കാരണം കഴിച്ചിട്ട് പിന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇത് ഡിലേ ആയിപ്പോവും. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.